നമസ്കാരം. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും ഉയർന്ന സിദ്ധാർത്ഥിന്റെ നിലവിളി കേരളീയ മനസാക്ഷിയെ പിടിച്ചുലച്ചതിന്റെ പ്രതിധ്വനി അടങ്ങും മുമ്പ് ആ നിലവിളിക്ക് ഉത്തരവാദികളായ SFI ക്യാമ്പസുകളിൽ കൊലവിളിയുമായി അരങ്ങ് തകർക്കുകയാണ്. ക്യാമ്പസുകളിൽ ഗുണ്ടായിസത്തിന് ഒരു കുറവുമില്ലെന്നും SFIയുടെ ഇടിമുറികൾ ഇപ്പോഴും സജീവമാണെന്നുമാണ് അടുത്തിടെ നടന്ന സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇടത് അധ്യാപകരുടെ പിന്തുണയോടെ നടക്കുന്ന ആക്രമണങ്ങളിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPMന്റെയും അവർക്ക് സഹായം നൽകുന്ന പോലീസിന്റെയും നിലപാട് കൂടിയാകുമ്പോൾ അടുത്തൊന്നും ഇതിനൊരു അറുതിയുണ്ടാകുമെന്ന് കരുതാൻ ന്യായമില്ല. SFI ക്രിമിനലുകളെ നിലക്കി നിർത്താൻ CPM തയ്യാറാകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടത് ഈ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ്. കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രിമിനലുകളായ കുട്ടിസഖാക്കൾ ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അക്രമത്തിൽ പ്രതിഷേധിക്കാൻ സ്ഥലത്തെത്തിയ M വിൻസെന്റ് MLAയെയും SFIക്കാർ കയ്യേറ്റം ചെയ്തു. ഈ സമയത്തെല്ലാം പോലീസുകാർ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. KSU പ്രവർത്തകനെ മർദ്ദിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്നാണ് MLAമാരായ M വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ എന്നിവർ കുട്ടികളോടൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. അത് ജനപ്രതിനിധികളുടെ കടമ കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് അക്രമം നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ പേരിനെങ്കിലും കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. അതിന്റെ പ്രതികാരമാണ് UDF MLAമാർക്കെതിരെയുള്ള പോലീസിന്റെ കള്ളക്കേസ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPMന്റെയും അവർക്ക് സഹായം നൽകുന്ന പോലീസിന്റെയും നിലപാട് കേരളത്തിലെ ക്യാമ്പസുകളെ പഠിക്കാൻ കൊള്ളാത്ത ഇടങ്ങളാക്കി മാറ്റുകയാണ്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ അഭയം കണ്ടെത്തുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. തെക്ക് തിരുവനന്തപുരത്ത് നടന്ന കഥയേക്കാൾ ഭീകരമാണ് വടക്ക് കൊയിലാണ്ടിയിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ തന്നെ പോലീസിന്റെ മൗനാനുവാദത്തോടെ SFI ഗുണ്ടകൾ ആക്രമിച്ച സംഭവമുണ്ടായി. പുറത്തുനിന്നെത്തി പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തവർ തെരുവിൽ ചെന്ന് അധ്യാപകന്റെ കാൽ വെട്ടുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുകയും ക്യാമ്പസുകളിൽ അക്രമങ്ങൾ നടത്തുകയും നിരപരാധികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് ക്യാമ്പസുകളിലെ സാഹചര്യം വഷളായിരിക്കുന്നു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടി സഖാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ CPM ഭാവിയിലേക്കുള്ള കൊട്ടേഷൻ സംഘത്തെയാണ് വാർത്തെടുക്കുന്നതെന്ന് K സുധാകരൻ കുറ്റപ്പെടുത്തി. സിദ്ധാർത്ഥിന്റെ കൊലയ്ക്ക് ശേഷവും SFIക്ക് സ്വാധീനമുള്ള കലാലയങ്ങളിൽ ഇടിമുറികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന അക്രമം. അതിന് ഇടതനുകൂലികളായ അധ്യാപകരുടെ സഹായവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെയുള്ള പ്രതികരണം പ്രതിഫലിക്കുന്ന തരത്തിലാണ് ഇത്തവണ നടന്ന കലാശാല തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായത്. വർഷങ്ങളായി KSUവിന് കണി കാണാൻ കിട്ടാത്ത ക്യാമ്പസുകളിലും സർവകലാശാല യൂണിയനുകളിലും വെന്നിക്കൊടി നാട്ടാൻ അവർക്കായി. SFIയുടെയും CPMന്റെയും അക്രമ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികൾ പടിക്ക് പുറത്താക്കുന്ന കാഴ്ചയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത്. തിരഞ്ഞെടുപ്പുകളിൽ ജനവിധി എതിരായിട്ടും സ്വന്തം വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അതിക്രമങ്ങളെ തടയാനോ തിരുത്താനോ CPM തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണ്. CPMന്റെ തെറ്റുതിരുത്തൽ തുടങ്ങേണ്ടത് SFIയിൽ നിന്നു തന്നെയാവുന്നതാണ് ഉചിതം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ഇത്രയൊക്കെ ചെയ്തിട്ടും അക്രമങ്ങൾ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അത് മുന്നിൽ കണ്ട് സ്വയം തിരുത്താൻ SFIയെ ഉപദേശിക്കുന്നതാണ് CPMന് നല്ലതെന്നും അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അത്തരം ക്രിമിനലുകളെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാവണമെന്നുമാണ് കേരളീയ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കുട്ടികളില്ലാതെ 3 കോളേജുകൾ പൂട്ടി എന്ന വാർത്ത വന്ന ദിവസം തന്നെ കൂടുതൽ ക്യാമ്പസുകളെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ ഗുരുതരമായ സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാ അർത്ഥത്തിലും ഉത്തരവാദികളായ CPM അതിന് തയ്യാറാവുമോ എന്ന് കാത്തിരുന്നു കാണാം.